മഞ്ഞുമേൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമ ആയ ബാലൻ കാണുമ്പോൾ അതിൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു കഥാപാത്രം പറയുന്ന ഒറ്റ ഒരു ലൈനിന് ഒരുപാട് ലെയറും ആഴവും കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതിയാണ്. ആദ്യ കാഴ്ചയിൽ ആ ലൈൻ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ വെച്ച് സിനിമ പൂർണ്ണമായും വേറെ ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് മറന്നു പോകുകയും പക്ഷെ അവസാനത്തേക്ക് ഈ ഒരു തീം വീണ്ടും തിരിച്ചു വരുന്നത് വല്ലാത്ത ഒരു സിനിമാറ്റിക് യൂഫോറി സൃഷ്ടിക്കാൻ സിനിമയെ സഹായിക്കുന്നു. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് അഭിനേതാക്കളും അവരുടെ മികച്ച പെർഫോമൻസുകളും ചിദംബരൻ്റെ ബാലൻ ദ ബോയ് തിയേറ്റർ വിട്ടിറങ്ങിയാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇതൊരു അമ്മയുടെയും മകൻ്റെയും കഥയാണ്. അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ബുദ്ധിമുട്ടുകളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പടമാണെന്ന്. ഈ ഒരു ആത്മബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെന്നത് ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ഇവരുടെ കഥയുടെ നടുവിൽ എവിടെ വെച്ച് അവരെ കണ്ടുമുട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് സേഫായി തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ അമ്മയും മകനും എന്തുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. ഇങ്ങനെ ഇവരുടെ ഒളിച്ചോട്ടമാണ് സിനിമ മുഴുവൻ എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ജമ്പ് സിനിമ നടത്തുന്നു. അതിനുശേഷം സിനിമ കുറച്ച് സമയത്തേക്ക് ഒരു ക്യാരക്ടർ സ്റ്റഡി ലെവലിലേക്ക് പോകുന്നു. ആ ഭാഗത്ത് ഒരുപക്ഷെ സിനിമ അതിൻ്റെ ത്രില്ലിംഗ് ബിറ്റ്സിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എന്നാൽ ആ ഡിസ്കണക്റ്റ് ആയ പോലെ തോന്നുന്ന ആ ഭാഗം തന്നെ ക്ലൈമാക്സ് ഗംഭീരമാക്കാൻ വളരെ അധികം സഹായിക്കുന്നു. ഒരുപാട് പുതുമുഖങ്ങളുള്ള ഒരു കാസ്റ്റാണ് ഈ സിനിമയുടേത്. പല ക്യാരക്ടേഴ്സും വളരെ മിസ്റ്റീരിയസ് ആയതുകൊണ്ട് ആ ഫ്രഷ്നെസ് നമ്മളെ കൂടുതൽ പടത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കുന്നു. അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഫർസാന, പുള്ളിക്കാരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക മിസ്റ്ററിയും നല്ല ബാലൻസും ഉണ്ട്. ക്യാരക്ടറിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നറിഞ്ഞിട്ടും സിമ്പതി തോന്നിക്കാൻ ഒരു ഫാക്ടർ ആകുന്നുണ്ട്. ആദിശേഷനാണ് ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത്. അവൻ്റെ മുഖത്തുള്ള നിഷ്കളങ്കതയും ആ ഇന്നസെൻസും ഇമോഷണൽ ഡെപ്ത് കൂട്ടുന്നു. ആദിശേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാലൻ്റെ കുറച്ചുകൂടി പക്വതയുള്ള ഏജ് പെർഫോം ചെയ്ത മുഹമ്മദ് സിനാനാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ടൊവിനോ തോമസ് ഈ സിനിമയുടെ ഭാഗമാണ്. ഹീറോയിസം അഡ്വാൻറ്റേജസ് ഒന്നുമില്ലാത്ത ഈ ക്യാരക്ടർ ടൊവിനോ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കാൻ സാധ്യത ഉള്ള ഒരു ക്യാരക്ടറാണ്. അമ്മയും മകനും നോക്കാൻ പോകുന്ന പ്രായമായ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ. ഡോലി ജൂനാണ് ആ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുള്ളത്. അത് തിയേറ്ററിൽ ഒരുപാട് ചിരി പടർത്താൻ ഗംഭീരമായി പെർഫോം ആയിരുന്നു. അത് ബീന ആൻ്റണി സോ ലോങ് ബിഗ് സ്ക്രീനിൽ ഒരു നല്ല ക്യാരക്ടറുമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ നാച്ചുറലായിരുന്നു. ഒരു ലൊക്കേഷൻ്റെ കാലഘട്ടം മാറുന്ന അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ്. സിനിമ തിയേറ്ററിൽ തന്നെ പോകണം, ഫാമിലി മൂവിയാണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഫോളോ ഓർ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ.